പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി കോഴ്സുകളുടെ അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് നാളെ ജൂൺ 21-ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുകയാണ്. ജൂൺ 21-ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണോ ടെമ്പററി അഡ്മിഷൻ എടുക്കണോ എന്നുള്ള ഒട്ടേറെ സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ ഡിഗ്രിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള അഡ്മിഷൻ ഷെഡ്യൂളിൽ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് മാൻഡേറ്ററി ഫീ അടച്ച് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടച്ച് അലോട്ട്മെന്റ് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഉണ്ടായിരിക്കില്ല. പെർമനന്റ് ആയാലും ടെമ്പററി ആയാലും അഡ്മിഷൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ നാളെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി പറയും. ആ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കും. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം പെർമനന്റ് അഡ്മിഷൻ എടുക്കണമെന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ഒരു പ്രൊസീജിയർ ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ പ്രാവശ്യത്തെ 4 വർഷ ഡിഗ്രിയുടെ ഭാഗമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പെർമനന്റ് അഡ്മിഷൻ ആണെങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം പെർമനന്റ് അഡ്മിഷൻ ആണെങ്കിലും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് മാറുന്ന രീതിയിലായിരിക്കും പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, പെർമനന്റ് ഒരു കോളേജിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ആ വിദ്യാർത്ഥി ആ കോളേജിൽ തന്നെ ആയിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റൊക്കെ ശേഷം ആ കോളേജിൽ തന്നെ ആയിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക. എന്നാൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതെ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് ലഭിച്ചാൽ ആ കോളേജിലേക്ക് മാറാനുള്ള പ്രൊസീജിയർ ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ കോളേജിൽ നിന്ന് ഫീസും മറ്റു കാര്യങ്ങളൊക്കെ തിരിച്ചു ലഭിക്കുന്നതാണ്. ആ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.